ഹലോ ഗൈസ്, ഞാൻ എൽജോ എലിസൺ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അതായത് നമുക്ക് കുറച്ച് കയ്യിൽ ഇച്ചിരി വരുമാനം അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഫണ്ട് സേവിങ്സ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് പണ്ട് തൊട്ടുള്ള ആളുകളുടെ ഒരു ശീലമായിരുന്നു ഗോൾഡ് വാങ്ങുക എന്നുള്ളത്. ഇത് നമ്മളൊരു സ്വർണ്ണക്കടയിൽ പോയിട്ട് നമ്മൾ ഗോൾഡ് വാങ്ങി നമ്മൾ ഈ സൂക്ഷിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ഗോൾഡ് കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്തിട്ട് നമുക്കൊരു സ്വർണ്ണപ്പണയമായിട്ട് നമുക്ക് ഫണ്ടൊക്കെ കിട്ടും. അങ്ങനെ എക്കാലത്തെയും ഒരു നല്ലൊരു ഗോൾഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഗോൾഡ്. ഇന്നത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഗോൾഡ് പോയി നമ്മളൊരു സ്വർണ്ണക്കടയിൽ വാങ്ങുക എന്ന് പറയുന്നത് അത്രത്തോളം വൈസായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഗോൾഡിന് ഈ പറയുന്ന മൂല്യമുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് എല്ലാ കാലവും അതിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊരു സ്വർണ്ണക്കടയിൽ പോയി ഗോൾഡ് ഫിസിക്കലി ഉള്ള ഒരു ആഭരണം വാങ്ങുന്ന സമയത്ത് വരുന്ന നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കും. ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് നഷ്ടം എന്ന് പറയുന്നതാണ് പണിക്കൂലി, പണിക്കുറവ്, അതിന് പുറമെ വരുന്ന GST, മറ്റ് ചാർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിസിക്കലി പോയി ഒരു സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു മാല വാങ്ങാൻ പോകുന്ന ആൾക്ക് ആ മാല പണിയുമ്പോൾ ഉണ്ടാകുന്ന അതിനുവേണ്ടി ചിലവാകുന്ന പണിക്കൂലി അവർ ഈടാക്കും. അതിന് പുറമെ അത് പണിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പണിക്കുറവ് അവർ ചാർജ് ചെയ്യും. അതിന് പുറമെ നമ്മൾ GST പേ ചെയ്യണം. സോ ഇതാണ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന ഒരാൾക്ക് വരുന്ന നഷ്ടങ്ങൾ. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിത് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം കുറച്ച് ഗോൾഡ് കയ്യിൽ സമ്പാദ്യമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത് നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, റിസ്ക് ആണ്. കാരണം ഒരു കള്ളം കയറി കഴിഞ്ഞാൽ ഇത് അടിച്ചുകൊണ്ട് പോകും. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ലോക്കർ എടുക്കേണ്ടി വരും. ഈ ലോക്കർ ഫെസിലിറ്റിക്ക് നമ്മൾ ഓരോ വർഷവും പൈസ ബാങ്കിന് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ഗോൾഡ് ഫിസിക്കലി നമ്മളൊരു ഗോൾഡ് കൈ ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് എങ്ങനെ സ്വർണ്ണത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയ്ക്കകത്തോടെ നോക്കാം. അപ്പം സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള 5 മാർഗ്ഗങ്ങളാണ്. ഫിസിക്കലായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ETFകൾ വാങ്ങാൻ പറ്റും. ഇനി ഇതും കഴിഞ്ഞ് നാലാമത് വരുന്ന ഓപ്ഷനാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതിലൂടെ നമുക്ക് ഗോൾഡിലൊരു എക്സ്പോഷർ കിട്ടും. ഇനി അഞ്ചാമത് വരുന്ന കാര്യമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. ആദ്യമേ നമ്മൾ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഈ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജ്വല്ലറി, അതായത് നമ്മൾ പോയി സ്വർണ്ണ ആഭരണങ്ങളായിട്ട് വാങ്ങുന്നതിന് പകരം അതൊരു ഗോൾഡ് കോയിനോ ഗോൾഡ് ബാർസോ ഒക്കെ ആയിട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പണിക്കൂലിയും പണിക്കുറവിനകത്തൂടെയൊക്കെ വരുന്ന നഷ്ടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്വർണ്ണാഭരണം, ഒരു മാലയോ വളയോ ഒന്നും പണിയുന്ന പോലെ ഒരു പണിക്കൂലിയോ കാര്യങ്ങളോ ഒന്നും ഇതിനങ്ങനെ വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വർണ്ണാഭരണമായിട്ട് വാങ്ങുന്നതിന് പകരം ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബാറോ ഒക്കെ ആയിട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ അതിനകത്തും ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ പ്യൂരിറ്റിയുടെ ഇഷ്യൂസ് വരാം. നമ്മളിപ്പം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാലും ഗോൾഡ് ബാർ വാങ്ങിയാലും ഇതെല്ലാം വാങ്ങുന്ന സമയത്ത് നമ്മളൊരു കടയിൽ നിന്ന് പോയി വാങ്ങുന്ന സമയത്ത് ചിലപ്പം പ്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൈ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഡിജിറ്റൽ ഗോൾഡ്. ഇത് പ്രാബല്യത്തിൽ വന്നിട്ട് അധികം നാളൊന്നും ആയില്ല, ഒരു 3-4 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഗോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചിട്ടുള്ള ഒരു വിലയായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പണിക്കൂലിയോ പണിക്കുറവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് 3% GST നമ്മൾ പേ ചെയ്യണം. ഇത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എല്ലാം നമ്മൾ ഈ GST പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വരുന്ന ടാക്സ് വെച്ച് കണക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫിസിക്കലി പോയി ഒരു സ്വർണ്ണാഭരണം വാങ്ങുന്നതിനേക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലാഭമാണ്. കാരണം ഇതിന് പണിക്കൂലിയോ പണിക്കുറവോ ഒന്നുമില്ല. ഇനി ഇത് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഗോൾഡ് എന്ന് പറയുന്നത് 99.9% പ്യൂരിറ്റിയുള്ള നല്ല ജെന്യുവിൻ ആയിട്ടുള്ള ഗോൾഡ് ആണെന്നാണ് ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അതേപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും സേഫ് ആയിട്ടുള്ള, ഒരു തരത്തിലും കള്ളന്മാർ കയറാനോ മോഷ്ടിക്കാനോ ഒന്നും സാധ്യതയില്ലാത്ത രീതിയിൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ഡിജിറ്റൽ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഇനി നമ്മൾ പോയി 100 രൂപയ്ക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിയെന്ന് വെച്ചോ സപ്പോസ്. ഈ 100 രൂപയ്ക്ക് വാങ്ങുന്ന ഡിജിറ്റൽ ഗോൾഡ് അത് ആക്ച്വൽ ഗോൾഡായിട്ട് ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിൻ്റെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ അവരത് വാങ്ങി സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഫിസിക്കലായിട്ട് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ചാർജസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കലായിട്ട് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഡിജിറ്റൽ ഗോൾഡിനുണ്ട്. ഇനി ഇത് രണ്ടും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ETF.
ETF എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഗോൾഡ് ETF കുറിച്ച് നമുക്ക് പറയാം. പലതരത്തിലുള്ള ETF നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതിനകത്തെ ഗോൾഡ് ETF വാങ്ങുമ്പം നമുക്ക് അതുവഴി നമുക്ക് ഗോൾഡിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടും. ഗോൾഡ് ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഒരു യൂണിറ്റിന് ഒരു പ്രൈസ് ഉണ്ട്. സോ ആ പ്രൈസ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂണിറ്റിന് 50 രൂപയാണെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റിന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിറ്റ് നമ്മൾ സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ETF നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ യൂണിറ്റിൻ്റെ പ്രൈസ് എന്താണോ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്ക് ആ ഒരു അത്രയും ഒരു എക്സ്പോഷർ ആ ഗോൾഡിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പണിക്കൂലി കൊടുക്കേണ്ട, പണിക്കുറവ് വരത്തില്ല. അതേപോലെ തന്നെ ടാക്സിനകത്തുള്ള ബെനിഫിറ്റുകൾ വരും. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നമുക്ക് ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും സ്വർണ്ണം നമ്മുടെ കയ്യിൽ കാണും. സോ ഇതൊരു നല്ല ഓപ്ഷനാണ്. ETF സ്വർണ്ണം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴും ETF ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണ്. ETF പ്രൊവൈഡ് ചെയ്യുന്ന പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. സോ അതിൽ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഗോൾഡ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾ ETF വാങ്ങാൻ വേണ്ടി 1000 രൂപ കൊടുത്ത് ETF വാങ്ങിയെന്ന് വെച്ചു. സ്വാഭാവികമായിട്ട് ഈ 1000 രൂപ എടുത്തിട്ട് ഈ ETF മാനേജ് ചെയ്യുന്ന ഏത് കമ്പനിയാണോ, ഏത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണോ അവിടുത്തെ ഒരു ഫണ്ട് മാനേജർ പോയിട്ട് ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഗോൾഡ് വാങ്ങും. അതിന് പുറമെ ഈ ഗോൾഡ് മൈൻ ചെയ്തെടുക്കുന്ന റിഫൈൻ ചെയ്തെടുക്കുന്ന കമ്പനീസിലൊക്കെ അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും കുറച്ച് പൈസ. അതേപോലെ തന്നെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിലും മറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇത് സേഫാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ഇത് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയൊക്കെയാണ് ഇത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും, സേഫാണ്. ഞാൻ ETF കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇതൊരിക്കലും ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഒരു അഡ്വൈസ് അല്ല. സോ ഇത് ഞാൻ ETF എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏത് സമയത്തും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇൻ്റലിജൻ്റ് ആയിട്ട് നോക്കിക്കണ്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടിയ ആളുകൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്തുനിന്ന് അതിനുള്ള ഹെൽപ്പ് നേടിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം പോയി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഈ ഗോൾഡ് ETF പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏത് കമ്പനിയാണ് ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്യുന്നതൊക്കെ നോക്കി വേണ്ട രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ETF ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ ETF കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ. സോ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ETF തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇതെല്ലാം നോക്കി മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. അതേസമയം നമ്മൾ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് പോയിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF പർച്ചേസ് ചെയ്യും. സോ അതാണ് ഇവിടെ നോർമലി സംഭവിക്കാറുള്ളത്. ഇതിനകത്ത് ചില ചേഞ്ചസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ETF നമുക്കൊരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. അതായത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ETF നമുക്ക് വേണ്ടി മാനേജ് ചെയ്ത് തരുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അതിന് വരുന്ന എക്സ്പെൻസസ് ആണ്. സോ അതേപോലെ തന്നെ ഇത് ETF കേസിൽ നമുക്ക് ഈ എക്സ്പെൻസ് വരുന്നുണ്ട്. അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും, 0.5% to 1% അങ്ങനെയൊക്കെ ആയിരിക്കും നോർമലി വരാറ്. അതിന് പുറമെ നമ്മളിപ്പം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് എടുക്കുന്നതെങ്കിൽ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും അല്ലെങ്കിൽ അസറ്റ് ഫണ്ട് മാനേജറിനും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. നമ്മൾ ETF ചാർജസ് വരും അതിനകത്ത്. അതേപോലെ തന്നെ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന ആ ഫണ്ട് മാനേജറിന് ഇവിടെ അപ്പം നമ്മൾ ഈക്വലി 2 ഫണ്ട് മാനേജേഴ്സിന് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ അതാണ് നമ്മൾ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയാലുള്ള ഒരു കുഴപ്പം. പക്ഷേ നമുക്ക് അത്യാവശ്യം ഒന്ന് നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുണ്ട്, അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ETF തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. സോ ഈ മ്യൂച്വൽ ഫണ്ട് കേസിന് നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇതൊരിക്കലും ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടോ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഒരു അഡ്വൈസ് അല്ല. വീണ്ടും പറഞ്ഞോട്ടെ, ഗോൾഡ് വാങ്ങാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റൊരു മാർഗ്ഗമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ. ഇത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് നമുക്കൊരു പേടിയും വേണ്ട. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്
സോവറിൻ ഗോൾഡ് ബോണ്ട്. ഇത് പക്ഷേ നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റത്തില്ല. സോവറിൻ ഗോൾഡ് ബോണ്ട് RBI ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ടൈം ഫ്രെയിം കാണും. നോർമലി ഓരോ മാസമൊക്കെ സംഭവിക്കാറുണ്ട്, ഇത് മിക്ക മാസങ്ങളിലും സംഭവിക്കാറുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ RBI ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്കുകളിലും അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പലപ്പോഴും വരും. നമുക്കിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ള നോർമലി നമ്മുടെ ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, ഇങ്ങനെ ഒരു പുതിയ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പം ആ സമയത്ത് ആ ഒരു പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വാങ്ങണമെങ്കിൽ മിനിമം 1 ഗ്രാം സ്വർണത്തിൻ്റെ എങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഒരാൾക്ക് വാങ്ങാൻ പറ്റുന്ന മാക്സിമം സ്വർണത്തിൻ്റെ അളവെന്ന് പറയുന്നത് 4 കിലോ വരെയാണ്. സോ അപ്പം 1 ഗ്രാം സ്വർണത്തിനെങ്കിലും പൈസ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6500 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വിലയെങ്കിൽ 6500 രൂപയെങ്കിലും പേ ചെയ്തിട്ട് നമ്മൾ ആ 1 ഗ്രാമെങ്കിലും വാങ്ങണം. അപ്പോൾ 1 ഗ്രാം തൊട്ട് 4 കിലോ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് ത്രൂ നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 8 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. ഇതിനിടയ്ക്ക് നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില സെലക്റ്റഡ് കണ്ടീഷൻസ് ഉണ്ട്. നോർമലി നമുക്ക് പോയി വിൽക്കാൻ പറ്റത്തില്ല, പക്ഷേ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. ഇത് മറ്റൊരാൾക്ക് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ പറ്റുന്നതായിരിക്കും. അല്ലാത്ത കേസിൽ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 8 വർഷമാണ്. സോ അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെർ ഇയർ 2.5% ഇൻട്രസ്റ്റ് കിട്ടും. അതായത് നിങ്ങൾക്ക് സ്വർണ്ണത്തിൽ ഇതിനകത്ത് വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണിത്. ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നോർമലി ഗോൾഡിന് വരുന്ന പ്രൈസിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ഇന്ന് 6500 രൂപ കൊടുത്ത ഒരാൾ സ്വർണ്ണം വാങ്ങി, അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴത്തേന് അതിന് 7200 രൂപയാണെങ്കിൽ നോർമലി ആൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസിൽ വന്ന ആ ഒരു വ്യത്യാസം ആൾക്ക് ലാഭമായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ 8 വർഷം നമ്മളിത് ഹോൾഡ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പെർ ഇയർ 2.5% ഒരു ഇൻട്രസ്റ്റ് കൂടെ RBI നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതൊരു വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൻ്റെ റിട്ടേൺ മാത്രമല്ല കിട്ടാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റും കൂടെ നമുക്ക് 2.5% ഇൻട്രസ്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. ഇത് ETF-ലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിലോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വെച്ചാലോ ഇങ്ങനെയുള്ള ഒരു കേസിലും നമുക്ക് കിട്ടുന്നില്ല. ഇത് കിട്ടുന്നത് നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ മാത്രമാണ്. 2.5% ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. സോ സോവറിൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ അധികം താമസിക്കാതെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എങ്ങനെ പർച്ചേസ് ചെയ്യണം, എപ്പോൾ പർച്ചേസ് ചെയ്യണം, അതിനകത്തെ മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്താണെന്നെല്ലാം ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അധികം താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും. ഇനി സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. 8 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 8 വർഷം കഴിഞ്ഞ് നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ആ ഗോൾഡ് കിട്ടുന്ന റിട്ടേണിനൊന്നും നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ മനസ്സിലായി? ഏറ്റവും നല്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ നിലവിലുള്ള ഏറ്റവും നല്ല മാർഗ്ഗം സോവറിൻ ഗോൾഡ് ബോണ്ടാണെന്ന് തോന്നിയില്ലേ? സോ അതാണ് ഇവിടെ ആക്ച്വലി നമുക്ക് സ്വർണ്ണത്തിൻ്റെ ഇന്ന് വരെയുള്ള മാർക്കറ്റും ഇന്ന് വരെയുള്ള വിലയും കാര്യങ്ങളും എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് വരെയുള്ള മൊത്തത്തിലുള്ള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ സ്വർണം എല്ലാ കാലവും അതിൻ്റെ പ്രൈസ് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. വളരെ വിരളമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇത് താഴേക്ക് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇതിൻ്റെ വില എപ്പോഴും മുകളിലോട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് ഉണ്ടായി, അതേപോലെ തന്നെ യുദ്ധങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലപ്പോഴും സംഭവിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി താഴേക്ക് പോരാനുള്ള സാധ്യതകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്തൊക്കെ ഇക്വിറ്റി മാർക്കറ്റ് വല്ലാതെ താഴേക്ക് പോയി. ആ സമയത്തും അതിശക്തമായി മുകളിലേക്ക് പോയ ഒരു മാർക്കറ്റായിരുന്നു ഗോൾഡിൻ്റെ. സോ അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് എല്ലാ കാലവും ലോകത്ത് എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നോർമലി ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്കാണ് പോകാറ്. ഇതുവരെയുള്ള ഹിസ്റ്ററി അതാണ് സൂചിപ്പിക്കുന്നത്. സോ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്കും പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മോസ്റ്റ് ഓഫ് ദി കേസസിലും ഗോൾഡിൻ്റെ പ്രൈസും ഗോൾഡും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഗോൾഡ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഗോൾഡിൻ്റെ ഒരു സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഒരു പോർഷൻ ഗോൾഡിന് വേണ്ടി മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഓരോരുത്തരുടെയും പ്രിഫറൻസും ഓരോരുത്തരുടെയും താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ SGB അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫിസിക്കൽ ഗോൾഡ് എടുക്കുന്ന ഒരാൾക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുന്നത്? ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇത് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്ത് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. സോ ഇതേ കാര്യം നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ച് ആൾക്കിതൊരു ഫിസിക്കലി നമ്മുടെ കയ്യിൽ ഒരു പേപ്പറായിട്ട് കിട്ടുന്ന ആ ഒരു പേപ്പർ കൊണ്ടുപോയി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും. അതേപോലെ തന്നെ
ഗോൾഡ്, അതായത് നമ്മൾ സ്വർണ്ണം പണയം വെച്ച് നമ്മൾ എങ്ങനെ പൈസ എടുക്കുന്നു അതേപോലെ തന്നെ നമുക്ക് സ്വർണ്ണ പണയത്തിന് നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടുകളും നമുക്ക് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇത് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് പോസിബിളാണ്. സോ അതിൻ്റെ പേരിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ ദിവസത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ അന്നത്തെ ഡീറ്റെയിൽസ്, അന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ദിവസത്തെ ഡീറ്റെയിൽസ് ഏത് സ്കീമാണെങ്കിലും നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇതിനകത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അത് നോക്കി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ എന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് 1 വർഷമോ 2 വർഷമോ അടുത്ത മാസമോ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളത് നോക്കി വേണ്ട രീതിയിൽ ഈ സ്കീമിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.